ഇനിയുള്ളത് CK ചന്ദ്രപ്പനില്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയം. മകൻ ആരാണെന്നറിയണമെങ്കിൽ അച്ഛനാരാണെന്നറിയണം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കരുടെ മകൻ അച്ഛൻ പകർന്നു നൽകിയ വിപ്ലവ ശക്തിയുടെ സമരവീര്യം കത്തുന്ന തീഷ്ണതയോടെ സിരകളിൽ ഏറ്റുവാങ്ങിയ നേതാവ്. കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത CK ചന്ദ്രപ്പന്റെ അപ്രതീക്ഷിതമായ അന്ത്യം ദേശീയ രാഷ്ട്രീയം, വിശേഷിച്ചും രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയും നിരാശാജനകമായ നഷ്ടബോധത്തോടെയുമാണ് ചെവിക്കൊണ്ടത്. സർ CPയുടെ പട്ടാളത്തെ വാരിക്കുന്തവുമായി നേരിട്ട വയലാറിന്റെ സമരനായകൻ CK കുമാരപ്പണിക്കരുടെ മകൻ തന്റെ സമരപോരാട്ടം വയലാറിലോ കേരളത്തിലോ മാത്രമായി ഒതുക്കി നിർത്താതെ, അതിർത്തികൾ സൃഷ്ടിക്കാതെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെ 20-ാം വയസ്സിൽ ഗോവയിലെത്തി പോർച്ചുഗീസ് പട്ടാളത്തിന്റെ തീതുപ്പുന്ന തോക്കിനെ നേരിട്ട ഗോവൻ വിമോചന പോരാളി ഒടുവിൽ വിജയം കണ്ടു. സമരം ഫലിച്ചു. ഗോവ ഇന്ത്യയുടെ ഭാഗമായി. ഒപ്പമുണ്ടായിരുന്ന പല സഖാക്കളും വെടിയേറ്റ് മരിച്ചു. CK കൽത്തുറങ്കിലുമായി. വയലാർ ചീരപ്പൻ ചിറയിൽ കുമാരപ്പണിക്കരുടെയും അമ്മുക്കുട്ടിയമ്മയുടെയും മകനായി 1935 നവംബർ 10-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ AK ആന്റണിയുടെയും വയലാർ രവിയുടെയും സഹപാഠിയായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. 1958 മുതൽ 1962 വരെ AISFന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. 1962 മുതൽ 1964 വരെ AIYFന്റെ സംസ്ഥാന സെക്രട്ടറിയായി. 1965 മുതൽ 1978 വരെയുള്ള കാലം AIYFന്റെ ദേശീയ പ്രസിഡന്റായും തുടർന്ന് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1974 പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവിൽ അംഗമായി. AIYF ദേശീയ ജനറൽ സെക്രട്ടറിയായിരിക്കെ ഡൽഹിയിൽ തന്നോടൊപ്പം പ്രവർത്തിച്ച ബംഗാളിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാവ് ബുലു റോയ് ചൌധരിയെ 14 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 1978 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം ചെയ്തു. 1971 തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പിന്നീട് കണ്ണൂരിൽ നിന്നും ലോക്സഭാ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1987 ചേർത്തലയിൽ വയലാർ രവിയോട് തോൽക്കുകയും 1991 വയലാർ രവിയെ അതേ മണ്ഡലത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് 1996 AK ആന്റണിയോട് അദ്ദേഹം പരാജയപ്പെട്ടു. 2004 തൃശൂരിൽ നിന്ന് MP ആയി. തുടർന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായും കിസാൻ സഭ ദേശീയ പ്രസിഡന്റായും പ്രവർത്തിച്ചു വരവെയാണ് 2010 നവംബറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. ഫെബ്രുവരി മാസം 7 മുതൽ 12 വരെ കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം അദ്ദേഹത്തെ ഏകകണ്ഠമായി വീണ്ടും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുമ്പോഴും തന്റെ കളിക്കൂട്ടുകാരും സഹപാഠികളുമായിരുന്ന വയലാർ രവിയും AK ആന്റണിയും അടക്കമുള്ള എല്ലാ നേതാക്കളോടും അദ്ദേഹം തികഞ്ഞ ആത്മബന്ധം പുലർത്തിയിരുന്നു. CKയുടെ മരണവാർത്തയറിഞ്ഞ് കേന്ദ്രമന്ത്രിമാരായ AK ആന്റണിയും വയലാർ രവിയും തങ്ങളുടെ കളിക്കൂട്ടുകാരനെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളോടെയാണ് അനുസ്മരിച്ചത്. ഇന്ത്യയിലെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വേതനം ആവശ്യപ്പെട്ടുകൊണ്ടും 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടവകാശം ആവശ്യപ്പെട്ടുകൊണ്ടും അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പോരാട്ടം ഫലം കണ്ടു. രാഷ്ട്രീയാതീതമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഏറ്റവും നല്ല നിയമസഭാ സാമാജികനായും പാർലമെന്റേറിയനായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സംശുദ്ധതയുടെയും പൊതുപ്രവർത്തന രംഗത്തെ വിശുദ്ധിയുടെയും ആദർശ രാഷ്ട്രീയത്തിന്റെയും ഒരു യുഗമാണ് CK ചന്ദ്രപ്പന്റെ നിര്യാണത്തിലൂടെ അവസാനിക്കുന്നത്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.